നൊന്ത് പ്രസവിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടു നടപ്പ്. ശരിക്കും ഇപ്പോൾ നൊന്ത് പ്രസവിക്കേണ്ട ആവശ്യമുണ്ടോ? വാട്ട് ഈസ് പെയിൻലെസ് ഡെലിവറി അഥവാ എപ്പിഡ്യൂറൽ ഡെലിവറി? നമുക്കൊന്നൊരു അനസ്തീഷ്യോളജിസ്റ്റ് സ്റ്റാൻഡ് പോയിന്റിൽ ഒന്ന് കേട്ട് നോക്കിയാലോ? ആസ് എ അനസ്തറ്റിസ്റ്റ് നൊന്ത് പ്രസവിക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. അവർ ഡ്യൂട്ടി ഈസ് ടു ടേക്ക് ദ പെയിൻ അത്. അതിന് ഞങ്ങൾ സാധാരണ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എപ്പിഡ്യൂറൽ അനസ്തേഷ്യ. എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എങ്ങനെയാന്ന് പറഞ്ഞാൽ ബാക്കിലൂടെ സ്പൈനിലേക്ക് ചെറിയൊരു ട്യൂബ് ഇട്ട് അതിലൂടെ മരുന്ന് കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ രോഗിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. രോഗി അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയും, എല്ലാം അറിയും, കൺട്രാക്ഷൻസും അറിയും. എന്ന് പറഞ്ഞാൽ രോഗിക്ക് പുഷ് ചെയ്യാനുള്ളതും പറ്റും. അപ്പോൾ രോഗിക്ക് അതൊരു മെമ്മറബിൾ മൊമെൻ്റ് ആയിട്ട് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി അവിടുന്ന് ആ രോഗിക്ക് പ്രസവിക്കാനുള്ള ഒരു സഹായം ചെയ്തു കൊടുക്കലാണ് ഞങ്ങൾ ഉത്തരവാദിത്വം. അത് എപ്പോൾ ഞങ്ങൾ എപ്പിഡ്യൂറൽ അനസ്തേഷ്യ കൊടുക്കണം എന്ന് ആ ഡോക്ടർ ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ടാണ്, ഒരു ഗൈനക്കോളജിസ്റ്റ് ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ടാണ് ഞങ്ങൾ സാധാരണ ചെയ്യാറ്. പലവരുടെയും ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പിഡ്യൂറൽ അനസ്തേഷ്യ വെച്ച് അനസ്തേഷ്യ കൊടുത്തു കഴിയുമ്പോൾ പേഷ്യൻ്റ് ഓപ്പറേഷനിലേക്ക് എത്തുമെന്നാണ് ടെൻഷൻ. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു 15% താഴെ ആൾക്കാർ മാത്രമേ ഓപ്പറേഷനിലേക്ക് എത്താറുള്ളൂ എപ്പിഡ്യൂറലുകാർ.